നബി തിരുമേനി പറയുന്നുണ്ട്, ഭൂമിയിൽ ഒരു സുൽത്താൻ ഉണ്ടെങ്കിൽ ആ സുൽത്താൻ 3 കാര്യങ്ങൾ ലഭിച്ചയാളാണ്. കിടക്കാനൊരു കിടപ്പാടം, അന്നന്നൊക്കെയുള്ള ഭക്ഷണം, ശരീരത്തിന്റെ ആരോഗ്യം. ഈ 3 കാര്യങ്ങൾ ആർക്കുണ്ടോ അവനാണ് ഈ ഭൂമിയിലെ സുൽത്താൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ്. ആരോഗ്യമുള്ള വിശ്വാസിയാണ് നല്ലവൻ, അവനെയാണ് പടച്ചോന് കൂടുതൽ ഇഷ്ടം. മിനൽ മുഅ്മിനിൽ ലഈഫി, ദുർബലനായ ബലഹീനനായ വിശ്വാസിയേക്കാൾ. ആരോഗ്യമുള്ളവരെ പടച്ചോൻ ഇഷ്ടപ്പെടുന്നു, ആരോഗ്യമുള്ളവർ നല്ലവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാനാണ്. പക്ഷെ ആ ഇബാദത്ത് പോലും മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്നതാകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും നോമ്പ് പിടിക്കും, രാത്രി ഇങ്ങനെ നിന്ന് നിസ്കരിക്കും. അദ്ദേഹത്തെ നബി തിരുമേനി ഗുണദോഷിക്കുന്നുണ്ട്, പാടില്ല അബ്ദുള്ള, അത് പാടില്ല. ഇന്നലി ജസദിക അലൈക ഹക്ക, നിന്റെ ശരീരത്തോട് നിനക്കൊരു ബാധ്യതയുണ്ട്. വൈന്നലി ഐനിക അലൈക ഹക്ക, കണ്ണിനൊരു ബാധ്യതയുണ്ട്. നിന്റെ ഇണയോട് നിനക്കൊരു ബാധ്യതയുണ്ട്. വൈന്നലി സൗരിക അലൈക ഹക്ക, നിന്റെ പരിസരവാസികളോട് നിനക്കൊരു ബാധ്യതയുണ്ട്. അതുകൊണ്ട് നീ എന്നും ഇങ്ങനെ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചാൽ, എന്നും ഇങ്ങനെ നോമ്പ് പിടിച്ചാൽ, ഹജമത്ത് ഐനുക്ക, നിന്റെ കണ്ണ് ചടഞ്ഞു പോകും അബ്ദുള്ള, നിന്റെ ശരീരം ദുർബലമായി പോകും അബ്ദുള്ള, പാടില്ല.